കാത്തോലിക് ബൈബിൾ സൊസൈറ്റി സംഘടിപ്പിക്കുന്ന ലോഗോസ് ക്വിസ് 2011 ഫൈനൽ റൗണ്ടിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. മത്സരാർത്ഥികളെ കാത്തിരിക്കുന്നത് ഓഡിയോ റൗണ്ടാണ്. നസ്രത്തിലെ യേശു ജീവിച്ചിരുന്ന കാലത്തും സംസാരിച്ചിരുന്ന ഭാഷയിലെയും സാഹിത്യ സങ്കേതങ്ങളെ മുഴുവൻ ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ് ഈശോ പ്രഘോഷണം നടത്തിയതും ജനങ്ങളുമായി സംവേദിച്ചതും. ഏറ്റവും നല്ല ഉദാഹരണം ഈശോ പറയുന്ന കഥകൾ തന്നെ. അന്നത്തെ കഥ പറച്ചിൽ എന്ന് പറയുന്നതായിരുന്നു ഇന്നത്തെ സിനിമയോ സീരിയലോ അതിനേക്കാളും ശക്തമായ ഒരു സങ്കേതം. അതുപയോഗിച്ചു. അതുകൊണ്ട് തന്നെ യേശുവിൽ നിന്നും പാഠം പഠിക്കേണ്ട നമ്മൾ ചെയ്യേണ്ടത് ഇന്ന് നമ്മുടെ ഭാഷയിൽ ഉള്ള സാധ്യതകളെ ദൈവവചന പ്രഘോഷണത്തിനും പ്രചരണത്തിനുമായിട്ട് ഉപയോഗിക്കുക. കഥയാകാം, കവിതയാകാം, സിനിമയാകാം, TV സീരിയലാകാം. ഇതെല്ലാം വചനത്തിനുള്ള സാധ്യതകൾ തന്നെയാണ്. അപ്പോൾ ഈ റൗണ്ടിന്റെ പ്രത്യേകത ഇത്. അങ്ങനെ ഒരു സാധ്യതയെ നമ്മൾ പറ്റുന്നിടത്തോളം ക്വിസ് മേഖലയിലേക്ക് കൊണ്ടുവരുന്നു. മലയാളത്തിലെ കവിതയാകാം, ഗാനമാകാം. അതിലൂടെ ദൈവവചനത്തോട് ബന്ധപ്പെട്ട ആശയങ്ങൾ പ്രചരിക്കുന്ന ചില ശകലങ്ങൾ നിങ്ങൾ കേൾക്കും. ചോദ്യം അതിനോട് ബന്ധപ്പെട്ട ദൈവവചനത്തിലേക്ക്. ഫ്രാൻസിക്കാണ് ആദ്യത്തെ ചാൻസ്. ഒന്നാമത്തെ ഓഡിയോ നമ്മളൊന്ന് കേൾക്കുക. തെരുവിൽ സ്വപ്നം കരിഞ്ഞ മുഖവും നീട്ടിയ പിഞ്ചു കരങ്ങൾ കാണാം. അരികിൽ ശീമക്കാറിനുള്ളിൽ സുഖശീതള മൃദുമാറിൻ ചൂരിൽ ഒരു ശ്വാനൻ പാൽ നുണവതു കാണാം. മങ്ങിയ കാഴ്ചകൾ കണ്ടുമടുത്തു, കണ്ണടകൾ വേണം, കണ്ണടകൾ വേണം. മലയാളത്തിലെ പ്രശസ്തമായ ഒരു കവിതയാണ് കണ്ണട. മുരുകൻ കട്ടാക്കടയുടെ ഏറ്റവും നല്ല കവിത. അപ്പോൾ ഇതിലെ പ്രമേയം ദരിദ്രര്, സമൂഹത്തിലെ ഇന്നത്തെ അവസ്ഥ, അതൊക്കെ നമ്മൾ ആ കവിതയുടെ വരികളിൽ കേൾക്കുകയാണ്. ദരിദ്രരെക്കുറിച്ച് കരുതലുള്ളവനാണ് ദൈവം. ഇത് ഉടമ്പടിയുടെ ഗ്രന്ഥത്തിൽ നമ്മൾ കാണുന്നുണ്ട്. നിന്റെ ജനത്തിലെ ദരിദ്രർ അതിൽ നിന്നും ഭക്ഷ്യം ശേഖരിക്കട്ടെ എന്ന വചനം. എന്താണ് അത്? സന്ദർഭമേത്? നീ നിന്റെ വയലിൽ 6 വർഷം വിതച്ച് വിളവെടുത്തുകൊള്ളുക. 7-ാം വർഷം അത് വിതയ്ക്കാതെ വെറുതെ കിടക്കട്ടെ. കറക്റ്റ് ആൻസർ. അതായത് എടുക്കേണ്ട സ്ഥലം വയലാണ്. സാബത്ത് വർഷമാണ്. ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ ഈ സാബത്തിന് തുല്യമായിട്ട് ഞായറാഴ്ച വെറും ഒരു വിശ്രമ ദിവസമല്ല. യൂതനും യൂത മതസങ്കല്പത്തിലും സാബത്ത്. അതിലുപരിയായിട്ട് 7-ാമത്തെ വർഷം വയല് വിതയ്ക്കാതെ വെറുതെ കിടക്കുന്നു. വിളയുന്നതൊക്കെ ദരിദ്രന് പോരാ, പിന്നെ മൃഗങ്ങൾക്ക്. കരുതല് പാവപ്പെട്ടവനോട് മാത്രമല്ല, മൃഗങ്ങളോടും പ്രകൃതിയോടും മുഴുവനും കരുതല് സാപത്തിന്റെ ലക്ഷണമാണ്. രണ്ടാമത്തെ ഓഡിയോ ക്ലിപ്പിലേക്ക് സിസ്റ്റർ ദീപയുടെ ചാൻസ്. ഇത് സുവിശേഷവുമായിട്ട് ബന്ധിച്ചാല് ഖബറിനടിയിൽ കാത്തിരിപ്പില്ല, അല്ലെങ്കിൽ മരണത്തിന് ശേഷം ഉത്ഥാനമില്ല എന്ന് പറയുന്ന സദുക്കായരോട് നിങ്ങൾ വായിച്ചിട്ടില്ലേ എന്ന് യേശു ചോദിക്കുന്നുണ്ട്. അവരോട് ചോദിക്കുന്നുണ്ട്, എടാവേ നിങ്ങൾ വായിച്ചിട്ടില്ലേ? ആ വായിച്ചിട്ടില്ലേ എന്ന് ചോദിക്കുന്ന പഴയ നിയമത്തിലെ വചന ഭാഗം അതെന്താണ് അവർ വായിച്ചിട്ടില്ലേ എന്ന് ഉദ്ദേശിക്കുന്നത്? അവിടുന്ന് മരിച്ചവരുടെ അല്ല ജീവിക്കുന്നവരുടെ ദൈവമാണ് എന്ന് എഴുതപ്പെട്ടിരിക്കുന്നുവെന്ന് നിങ്ങൾ വായിച്ചിട്ടില്ലേ? അത് പൂർണ്ണമല്ല, അപൂർണമാണ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ നിർബന്ധം പിടിക്കുന്നത്. ഞാൻ അബ്രാഹത്തിന്റെ ദൈവവും ഇസ്ഹാക്കിന്റെ ദൈവവും യാക്കോബിന്റെ ദൈവവുമാണ്, അവിടുന്ന് മരിച്ചവരുടെ അല്ല. കറക്റ്റ്, അത് കറക്റ്റ് ആൻസർ. അത് എന്തുകൊണ്ടാണ് പറഞ്ഞതെന്ന് എല്ലാവരും ശ്രദ്ധിക്കുന്നത്. അതായത് ഞാൻ മരിച്ചവരുടെ ദൈവമല്ല ഉയർക്കുന്ന ദൈവമെന്ന് പറഞ്ഞതിനകത്ത് അർത്ഥമൊന്നുമില്ല. അതിന് ലോജിക്ക് വരുന്നത് നേരത്തെ തന്നെ ഇത് വചനത്തിൽ പറഞ്ഞിട്ടുണ്ട്. എന്ത്? ഞാൻ അബ്രാഹത്തിന്റെ ദൈവം ഇസ്ഹാക്കിന്റെ ദൈവവും യാക്കോബിന്റെ ദൈവവുമാണ്, മരിച്ചവരുടെ അല്ല ജീവിക്കുന്നവരുടെയാണ്. കറക്റ്റ് ആൻസർ. കൺഗ്രാറ്റുലേഷൻസ്. അടുത്ത ക്ലിപ്പ്
യേശുവിൻ്റെ മരണത്തെക്കുറിച്ച്, ജീവിതത്തെക്കുറിച്ച് പറയുന്നു. യേശുവിൻ്റെ രക്തത്തെ, അതിൽ നിന്ന് നേരിട്ട് നമ്മൾ സുവിശേഷത്തിൽ വരികയാണ്. യേശുവിൻ്റെ രക്തത്തെ നീതിമാന്റെ രക്തം എന്ന് വിളിച്ചത് ആര്? വചനഭാഗം പീലാത്തോസ്. കറക്റ്റ് ആൻസർ. വചനഭാഗം കൂടെ പറയാമോ? മത്തായി 27-24 വചനഭാഗം ഞാൻ അഡീഷണൽ ആയിട്ട് ഇൻസിസ്റ്റ് ചെയ്തതാണ്. അടുത്ത ചോദ്യം സ്വപ്ന ഒന്ന് കേൾക്കാം. പോകാം വീടുകളിൽ കാണാം പ്രിയനാം നാഥനെ നാം. പോകാം വീടുകളിൽ കാണാം പ്രിയനാം നാഥനെ നാം. വിശന്നു വലയും ക്രിസ്തുവിനെ, അവശൻ വിവശൻ ക്രിസ്തുവിനെ. സോദരരാം നമ്മൾ നാഥനെ നിത്യം കീർത്തിക്കാം. പ്രേക്ഷിത സോദരരാം നമ്മൾ. യേശുവിനെ, അവശനും വിവശനുമായവനെ കാണാം പോകാം എന്ന് പറയുന്ന ഈ ഗാനം, ഇതിനോട് ബന്ധപ്പെട്ട് കൃത്യമായ സങ്കല്പം ഇതിൽ പറയുന്ന വിശന്ന് വലയുന്ന ക്രിസ്തു, ആ സങ്കല്പത്തോട് സമാനമായ ഒരു സുവിശേഷ വചനം മത്തായിയുടെ സുവിശേഷത്തിലുണ്ട്. അത് പറയാമോ? യേശു ഗ്രാമത്തിൽ നിന്ന് വരുമ്പോൾ അവന് വിശന്നു. ഒരു അത്തിവൃക്ഷം കണ്ട് അവൻ അതിൻ്റെ അടുത്ത് ചെന്നു. 21:18. അത് അതിനോട് വിശക്കുന്നതിനോട് ബന്ധപ്പെട്ട ഒരു ഉത്തരവാണ്. അതെനിക്കും തർക്കമില്ല. അങ്ങനെയും ചിന്തിക്കാമെന്നൊരു സാധ്യത സ്വപ്ന തുറന്നു തരുന്നു. അതുകൊണ്ട് ഞാൻ ആ ചോദ്യം ഒന്ന് പാസ് ചെയ്യാണ്. അടുത്ത ആരുടെ? ഓക്കെ, റൈറ്റ്. ഒന്ന് പറയാമോ? മത്തായി 25:35 എനിക്ക് വിശന്നു, നിങ്ങൾ എനിക്ക് ഭക്ഷിക്കാൻ. കറക്റ്റ് ആൻസർ. എനിക്ക് വിശന്നു, നിങ്ങൾ എനിക്ക് ഭക്ഷിക്കാൻ തന്നു. സ്വപ്ന നഷ്ടമായത് എന്താണെന്ന് ചോദിച്ചാൽ, സ്വപ്ന കർത്താവ് യേശു മിശിഹായുടെ നേരിട്ടുള്ള വിശപ്പുമായിട്ട് അതിനെ ബന്ധപ്പെടുത്തി. അതുകൊണ്ട് അത്തിമരത്തിൻ്റെ ചോട്ടിൽ നിന്ന് ഉണ്ടോ എന്ന് നോക്കുന്നതിലേക്ക് പോയി. അതിനപ്പുറത്ത് ക്രിസ്തുവിൻ്റെ വിശപ്പ്, പാവപ്പെട്ടവൻ്റെ വിശപ്പും വീടുകളിലെ വിശപ്പും ആയിട്ട് കവി അവതരിപ്പിക്കുന്നു. അതിലേക്കാ ലിങ്ക്. അല്ലാതെ മനുഷ്യനായ ജീവിച്ചിരുന്നപ്പം ഈശോയ്ക്ക് ഒരു ദിവസം ഉച്ചയ്ക്കോ വൈകുന്നേരമോ വിശന്നു എന്നുള്ള സങ്കല്പമല്ല. ഇന്നെല്ലാ വിശക്കുന്നവരിലും വിശപ്പനുഭവിക്കുന്നത് യേശു ക്രിസ്തുവാണ്. എനിക്ക് വിശന്നു, നിങ്ങൾ എനിക്ക് ഭക്ഷിക്കാൻ തന്നോ. വളരെ വ്യാപകമായൊരർത്ഥം. ഓക്കെ, 5 മാർക്ക്. അടുത്ത ചോദ്യം ആരോടാണ്? ഡോക്ടർ റീനിയോടാണ്. കേൾക്കുക ഈ ആഡിയോ. കഷ്ടങ്ങൾ സാരമില്ല, കണ്ണുനീർ സാരമില്ല, നിത്യ തേജസ്സിൻ ഘനമോർത്തിടുമ്പോൾ ഞൊടി നേരത്തേക്കുള്ള കഷ്ടങ്ങൾ സാരമില്ല, കണ്ണുനീർ സാരമില്ല, നിത്യ തേജസ്സിൻ ഘനമോർത്തിടുമ്പോൾ ഞൊടി നേരത്തേക്കുള്ള കഷ്ടങ്ങൾ സാരമില്ല, കണ്ണുനീർ സാരമില്ല. കണ്ണുനീർ സാരമില്ല, കഷ്ടങ്ങൾ സാരമില്ല, ഞൊടി നേരത്തെ ഈ പ്രശ്നങ്ങളൊന്നും സാരമില്ല, വലുതൊന്ന് ഓർക്കുമ്പോൾ. ചോദ്യം അതല്ല. ചോദ്യം നേരെ പത്രോസിൻ്റെ ലേഖനവുമായിട്ട് ബന്ധപ്പെടുത്തുക. അല്പനേരത്തുള്ള കഷ്ടങ്ങളെക്കുറിച്ച് പത്രോസിൻ്റെ 1-ാം ലേഖനത്തിൽ അനേകം പരാമർശങ്ങളുണ്ട്. എന്തിനേക്കാൾ വിലയേറിയതായിരിക്കും പരീക്ഷകളെ അതിജീവിക്കുന്ന വിശ്വാസം എന്നാണ് പത്രോസിൻ്റെ 1-ാം ലേഖനത്തിൽ പറയുന്നത്. അഗ്നിശോധനയെ അതിജീവിക്കുന്ന നശ്വരമായ സ്വർണത്തെക്കാൾ വിലയേറിയ. കറക്റ്റ് ആൻസർ. അഗ്നിശോധനയെ അതിജീവിക്കുന്ന നശ്വരമായ സ്വർണത്തെക്കാൾ. പത്രോസ് 1:7 10 മാർക്ക്. അടുത്ത ചോദ്യം ഷാർലിയോട്. വിളക്കാണിൻ ഹൃദയം, എണ്ണ തീരാത്ത വിളക്കാണിൻ ഹൃദയം, ഏതു നേരവും കാത്തിരിപ്പൂ യേശുവേ നിൻ വരവേൽപ്പിനായി. മനോഹരമായ ഗാനമാണ്. 7 തിരിയിട്ട വിളക്കാണ്, എണ്ണ തീരാത്ത വിളക്കാണ് എൻ ഹൃദയം,
യേശുവേ കാത്തിരിപ്പു. ചോദ്യം ഇതാണ്, എണ്ണ തീർന്ന വിളക്കുകാരോട് അല്ലെ കന്യകമാരോട് മണവാളൻ പറഞ്ഞത് എന്താണ്? ഞാൻ നിങ്ങളെ അറിയുകയില്ല. കറക്റ്റ് ആൻസർ, ഞാൻ നിങ്ങളെ അറിയുകയില്ല. അതിന്റെ അധ്യായവും വചനവും പറയാം. മത്തായി 25:11. ഒരെണ്ണേ മാറിയുള്ളൂ. 25, 12 ആദ്യത്തെ ഭാഗമേ ഉള്ളൂ ചോദ്യം. മറ്റൊരു അഡീഷണൽ എന്തുമാത്രം അറിയാവുന്നുള്ളത് 10 മാർക്ക്. താങ്ക് യു. അടുത്തയാൾ മേരി. രാവിൻ മറവിൽ മുഴങ്ങി ആർപ്പും കുരവയുമൊപ്പം, രാവിൻ മറവിൽ മുഴങ്ങി ആർപ്പും കുരവയുമൊപ്പം, കന്യകമാരെ ഉണരൂ മണവാളൻ വരവായി. ചാടിയണീറ്റ കന്യകമാർ വിളക്കുകൈകളിലേന്തി, ഏറെ നേരമെരിഞ്ഞ വിളക്കുകളെണ്ണ വറ്റിപ്പോയി, വേഗമവരാ കരിന്തിരികളിലെണ്ണ പകരുകയാ. 10 കന്യകളുടെ വളരെ പ്രസിദ്ധമായ ഉപമയാണ്. ആ ഉപമയുടെ അതിന്റെ മുഴുവൻ സന്ദേശം പേറുന്ന അവസാനത്തെ വാക്യം, ആ ഉപമയുടെ അവസാനത്തെ വാക്യം ഉദ്ധരിക്കുക. ആ ദിവസമോ ആ മണിക്കൂറോ നിങ്ങൾ അറിയുന്നില്ല. അത് തുടക്കം നിങ്ങൾ ജാഗരൂകരായി. കറക്റ്റ് ആൻസർ, അവസാനത്തെ. അതുകൊണ്ട് ജാഗരൂകരായിരിക്കുവിൻ നിങ്ങൾ. ആ ദിവസമോ മണിക്കൂറോ നിങ്ങൾ അറിയുന്നില്ല. ഞാൻ മേരിയോട് വെറുതെ ഒരു ചോദ്യം ചോദിച്ചോട്ടെ. എത്രാം അധ്യായം എത്രാം വാക്യം പറയാമോ? 25-ാം അധ്യായം 13-ാം വാക്യം. കറക്റ്റ് ഉത്തരം, ഡബിളി കറക്റ്റ്. അടുത്തത് ജൈനിയുടെ പത്രോസിന്റെ 3 പ്രാവശ്യത്തെ നിഷേധത്തിലേക്കാണ്. ഏറ്റവും മനോഹരമായ ഭാഗം, അലങ്കാരം. എന്നിലെ ശിമയോൻ കളവ് പറഞ്ഞാലും. എല്ലാവരിലും ഈ കഥാപാത്രങ്ങളെല്ലാം അല്പം ഒളിഞ്ഞിരിപ്പുണ്ട്. കുറേ ശിമയോൻ, കുറേശ്ശെ പിന്നെ ബാക്കി കഥാപാത്രങ്ങൾ. അപ്പോൾ ഇതിൽ ചോദ്യം നേരിട്ട് ആ സുവിശേഷ സംഭവത്തിലേക്ക്, മത്തായിയുടെ സുവിശേഷത്തിൽ പത്രോസിന്റെ 2ാമത്തെ ഗുരു നിഷേധത്തിന് കാരണമായ പരിചാരിക യേശുവിനെ വിശേഷിപ്പിക്കുന്ന വിശേഷണ പദം എന്താണ്? നസ്രായനായ യേശു. കറക്റ്റ്, നസ്രായൻ. അധ്യായം വചനം പറയാമോ? 6:72. കറക്റ്റ്, 71. ഒരെണ്ണേ മാറിയുള്ളൂ, എന്നാലും 10 മാർക്ക്. 71. അടുത്ത ചോദ്യം. ലീന റെഡിയാണോ? ഈ ഭൂമിയിൽ തന്റെ ന്യായം വിധിക്കുവാൻ യേശു മഹേശൻ വരികയായി. ഈ ഭൂമിയിൽ തന്റെ ന്യായം വിധിക്കുവാൻ യേശു മഹേശൻ വരികയായി. പാപവും പുണ്യവും വേർതിരിക്കാനായി യേശു മഹേശൻ വരികയായി. പാപവും പുണ്യവും വേർതിരിക്കാനായി യേശു മഹേശൻ വരികയായി. പ്രമേയം, ഈ പാട്ടിലെയും പ്രമേയം വിധിയാണ്. അതും 2ാമത്തെ ആഗമനത്തിലെ, മനുഷ്യപുത്രൻ്റെ 2ാമത്തെ ആഗമനത്തിലെ വിധിയാണ്. ഇതിനോട് നേരിട്ട് ബന്ധപ്പെടുന്ന പല ഉപമകളുണ്ട്. അതിൽ കോലാടുകളെ ക്രിസ്തു എന്താണ് അഭിസംബോധന ചെയ്യുന്നത്? കോലാടുകളെ എന്താണ് അഭിസംബോധന ചെയ്യുന്നത്? അവരോട് പറയും. ശപിക്കപ്പെട്ടവരെ. കറക്റ്റ് ആൻസർ, ശപിക്കപ്പെട്ടവരെ. അധ്യായം 11 പറയാമോ? 5:41. 25:41. കറക്റ്റ്. ഈ റൗണ്ടിലെ അവസാനത്തെ ചോദ്യം മോളി മാത്യുവിനോടാണ്. ശ്രദ്ധയോടെ ഈ ഓഡിയോ കേൾക്കുക. ഒരു 2500 പേരെങ്കിലും ഈ കൊല്ലം ഞങ്ങളുടെ ഹജ്ജ് ടൂറിലുണ്ട്. അതില് നിങ്ങൾ 2 പേരുടെ ഒരു 50,000 രൂപ. അത് പ്രശ്നമാക്കണ്ട ബുക്ക. നിങ്ങളൊരു കാര്യം ചെയ്യും, പോകാനുള്ള ഒരുക്കങ്ങൾ ചെയ്തോളൂ. ഇത് ഞാൻ പറഞ്ഞ് ശരിയാക്കിക്കൊള്ളാം. ചെന്ന് യാത്രയ്ക്കുള്ള ഒരുക്കങ്ങൾ ചെയ്തോളൂ. മോനെ, ഹാജിമാര് ഇറാൻ കെട്ടുന്ന 2 കഷ്ണം തുണിയുണ്ടല്ലോ, അത് ചിലർ സൂക്ഷിച്ചു വെക്കും. എന്തിനാണെന്നറിയോ?
മരിച്ച ആ മയ്യത്ത് പുതിയ അതും കൂടി നാളെ ഒരു ബാധ്യതയാവരുന്ന് കരുതിയിട്ട. അങ്ങനെയുള്ള ഹജ്ജിന് കടം പറഞ്ഞിട്ട് പോകാനോ അത് വേണ്ട മോനെ. ഇത് ആദാമിൻ്റെ മകൻ അബു അടുത്ത കാലത്ത് മലയാളത്തിൽ അവാർഡ് നേറിയ ശ്രദ്ധേയമായ ഒരു ഫിലിമാണ്. ഇവിടെ ഇതിനോട് ബന്ധപ്പെടുത്തി വരുന്ന ചോദ്യം, ഇവിടെ മാതാപിതാക്കൾ അവഗണിക്കപ്പെടുന്നു, പ്രായമാകുന്നവരെ നോക്കാനാളില്ല, ഒന്നുകിൽ അവർ അനാഥാലയങ്ങളിൽ പോകുന്നു, ജീവിതത്തിൻ്റെ പ്രത്യേകതകൾ കൊണ്ടാണ്. ഇങ്ങനെ മാതാപിതാക്കളെ അവഗണിക്കുന്ന തഴയുന്ന ഒരു രീതി പല കാരണങ്ങളാൽ ഇന്ന് മാത്രമല്ല അന്നും യേശുവിൻ്റെ കാലത്തും ക്രിസ്തുവിൻ്റെ കാലത്തും ഉണ്ടായിരുന്നു. മാതാപിതാക്കളുടെ കാര്യങ്ങളൊക്കെ ഒന്ന് മാറ്റിവെക്കാൻ, ഒന്ന് അവഗണിക്കാൻ, വേണ്ടാന്ന് വെക്കാൻ മത്തായിയുടെ സുവിശേഷത്തിലാണ് കൃത്യന്യായം അവർ പറയുന്നുണ്ട്. ആ ന്യായം എന്താണ്? ആ വചനം പറയാമോ? എന്നിൽ നിന്ന് നിങ്ങൾക്ക് ലഭിക്കേണ്ടത് വഴിപാടായി നൽകി കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ പിന്നെ അവൻ അവർക്ക് വേണ്ടി ഒന്നും ചെയ്യേണ്ടതില്ല എന്ന്. കറക്റ്റ് ആൻസർ. ആരെങ്കിലും തന്റെ പിതാവിനോടോ മാതാവിനോടോ എന്നിൽ നിന്നും നിങ്ങൾക്ക് ലഭിക്കേണ്ടത് വഴിപാടായി നൽകിക്കഴിഞ്ഞു, ഖുർബാൻ വഴിപാടായി നൽകിക്കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ പിന്നെ അവൻ അവരെ സംരക്ഷിക്കേണ്ടത് ഇല്ല. നമ്മൾ ഈ റൗണ്ട് ഇവിടെ പൂർണ്ണമാവുകയാണ്. ഓഡിയോ റൗണ്ട്. നമ്മുടെ മത്സരാർത്ഥികൾ എത്രമാത്രം സ്കോർ ചെയ്തിരിക്കുന്നുവെന്ന് നമുക്ക് പരിശോധിക്കാം. മോളി മാത്യു 50 പോയിന്റ്, ലീന മാത്യു 45 പോയിന്റ്, ജെയ്നി ബിജു 45 പോയിന്റ്, മേരി ഷീജ 35 പോയിന്റ്, ഷേർലി ടാജു 40 പോയിന്റ്, ഡോക്ടർ റീനി ജോയ് 50 പോയിന്റ്, സ്വപ്ന 30 പോയിന്റ്, ഡോക്ടർ ജോളി പോൾ 50 പോയിന്റ്, സിസ്റ്റർ ദീപ റോസ് 10 പോയിന്റ്, ഫ്രാൻസി 40 പോയിന്റ്. And next is the most thrilling round, buzzer round. ഈ ക്വിസ് മത്സരത്തിന്റെ അവസാനത്തെ റൗണ്ടിലേക്ക് വരിക. 10 ചോദ്യങ്ങളാണ് ഈ റൗണ്ടിലും ഉള്ളത്. ഈ ബസർ റൗണ്ടിൽ തന്നെ ആദ്യത്തെ 5 ചോദ്യങ്ങൾ ബൈബിളിലെ ജനറൽ നോളജ് ചോദ്യങ്ങൾ ഞാൻ ചോദിക്കുന്നു, ഉത്തരം പറയുന്നു. രണ്ടാമത്തെ 5 എണ്ണം ഒരു വിഷ്വൽ പീസ് കാണിക്കുന്നു. അപ്പോൾ നമ്മൾ തുടങ്ങുകയാണ്. പുതിയ നിയമം എഴുതപ്പെട്ട ഭാഷ. 10ാമത്തെ നമ്പർ പറയാം. ഉത്തരം ഗ്രീക്ക് ഭാഷ. കറക്റ്റ് ഉത്തരം. പുതിയ നിയമം എഴുതപ്പെട്ട ഭാഷ. ക്വസ്റ്റ്യൻ നമ്പർ 2. ഗലീലിയ തടാകത്തിന്റെ മറ്റൊരു പേര്. 10 തന്നെ വീണ്ടും. ഉത്തരം തിബേരിയോസ് കടൽ. തിബേരിയോസ് കടൽ. കറക്റ്റ് ഉത്തരം. അപ്പോൾ 3ാമത്തെ ചോദ്യത്തിലേക്ക് പോവുകയാണ്. ലളിതമായ ചോദ്യങ്ങളാണ്. ചോദ്യം: 12 അപ്പോസ്തലന്മാരിൽ സഹോദര ഗണങ്ങൾ 6. ആരാണ് 6? യാക്കോബ്, യോഹന്നാൻ, പത്രോസ്, അന്ത്രയോസ്. പത്രോസ്, അന്ത്രയോസ്, യാക്കോബ്, യോഹന്നാൻ. കറക്റ്റ് ആൻസർ. ലളിതമാണ്. 10 മാർക്ക്. 4ാമത്തെ ചോദ്യം: ബൈബിളിലെ ഏറ്റവും പഴയ അന്ത്യത്താഴ വിവരണം ആരുടേതാണ്? അതാരാ? 5. ദൈവം മോശയോട് പെസഹ ആചരിക്കുന്നതെ കുറിച്ച് പുറപ്പാട് 12-ാം അധ്യായം. അത് തെറ്റായ ഒരു ഉത്തരമാണ്. സോറി, ഷേർലിക്ക് 5 മാർക്ക് പോയതിൽ എനിക്ക് സങ്കടമുണ്ട്. അന്ത്യത്താഴം എന്ന് പറഞ്ഞാൽ പെസഹ, യേശുവിൻ്റെ പെസഹായാണ് അന്ത്യത്താഴം എന്ന് പറയുന്നത്, അല്ലയോ? യേശു അവസാനമായിട്ട് കഴിച്ച അന്ത്യ അത്താഴം. അതിലെ ഏറ്റവും പഴയ വിവരണം ഏതാണെന്ന ചോദ്യം. ബൈബിളിലെ ഏറ്റവും പഴയ അന്ത്യത്താഴ വിവരണം ആരുടേതാണ്? സുവിശേഷങ്ങൾ എഴുതുന്നതിന് മുമ്പ് തന്നെ ഈ വിവരണം ഉണ്ടായിരുന്നു. ഏത്? പൗലോസിന്റെ ലേഖനം, 1 കൊറിന്ത്യൻസ് 11-ാമത്തെ അധ്യായം. മർക്കോസിന്റെ ലേഖനം വരുന്നതിന് മുമ്പ് വന്നതാണ് പൗലോസ് ലീഹായുടെ ലേഖനം. മർക്കോസ് ആദ്യത്തെ സുവിശേഷം, അത് വരുന്നതിന് മുമ്പ് തന്നെ പൗലോസ് ലീഹ ലേഖനം എഴുത്തു തുടങ്ങിയിരുന്നു. ഓക്കെ, 5ാമത്തെ ചോദ്യം. ജനറൽ നോളജ് ബൈബിളിൽ 902 പൊന്തിപ്പിക്കൽ ബിബ്ലിക്കൽ കമ്മീഷനെ നിയോഗിച്ച മാർപ്പാപ്പ ആര്? 6ാമത്തെ നമ്പർ. ഡോക്ടർ പറഞ്ഞേ. 13-ാം ലിയോ മാർപ്പാപ്പ. 13-ാം ലിയോ മാർപ്പാപ്പ. കറക്റ്റ് ആൻസർ. നമ്മളുടെ ഈ അവസാനത്തെ 5 ചോദ്യങ്ങളിലേക്ക് വരിക. വിഷ്വൽ ചോദ്യങ്ങളാണ്. ഒരു വിഷ്വൽ ക്ലിപ്പ് നിങ്ങൾ കാണും, ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ചോദിക്കും.
വിഷ്വൽ തുടങ്ങുന്നു. Padre mio, perché mi hai abbandonato? Costui che Amelia chiama. Lascia, vediamo se viene lì a salvarlo. എലോയ് എലോയ് ലാമ സബക്താനി, ഏലി ഏലി ലമ സബക്താനി. മത്തായിയുടെ സുവിശേഷത്തിൽ കാണുന്നത് എന്ത്? ഏത് സുവിശേഷത്തിലാണ് അന്യരൂപം കാണുന്നത്? എന്താണ് വ്യത്യാസം? രണ്ടാമത്തെ ആൾ. ഓക്കെ, ആരാണ് രണ്ടാമത്തെ ആൾ? ലീന, പറഞ്ഞോളൂ. മത്തായിയുടെ സുവിശേഷത്തിൽ കാണുന്നത് ഏലി ഏലി, അതായത് ഏൽ ഏൽ ലുമ സബക്താനി. ഇവിടെ രണ്ട് സാധ്യതയുള്ളൂ. ഏലി ഏലി ലമ സബക്താനി, എലോയ് എലോയ് ലാമ സബക്താനി. ഇതിൽ മത്തായിയുടെ ഏതാന്നാ പറഞ്ഞേ? രണ്ടാമത്തത് ഏലി ഏലി ലമ സബക്താനി. ഓക്കെ, മറ്റതോ? മാർക്കോസിന്റെ ആണ് എലോയ് എലോയ് ലാമ സബക്താനി. രണ്ട് ഉത്തരം പറഞ്ഞു. എന്താണ് വ്യത്യാസം? അതുകൂടെ പറയാവോ? എന്റെ ദൈവമേ എന്തുകൊണ്ട് നീ എന്നെ ഉപേക്ഷിച്ചു. ഏലി ഏലി ലമ സബക്താനി എന്നതാണ് മത്തായിയിൽ ഉള്ളത്. മാർക്കോസിന്റെ സുവിശേഷത്തിലാണ് മറ്റേ രൂപം കാണുന്നത്. മത്തായിയിൽ ഹീബ്രു ഭാഷയിലും മാർക്കോസിൽ അരമായ ഭാഷയിലും ഇത് കൊടുത്തിരിക്കുന്നു. ആ ചോദ്യത്തിന്റെ 3/4 ഭാഗം വരെ പറഞ്ഞു. വി ഗീവ് ദ ആൻസർ. അടുത്ത വിഷ്വൽ ക്ലിപ്പ്, അടുത്ത ചോദ്യത്തിലേക്ക് പോവുക. ശ്രദ്ധിക്കാം. I will give you counsel for a change. You must look for men who fear your God and set these men as officers over the people. Let them settle the small matters, bring you on to the important ones. Now, if you do this, you will be able to endure, and these people will go home in peace. I wonder why it is so hard to listen to someone speak the truth. Do I speak the truth? How many times do you want me to say it? You're a hard teacher, Jethro. ഈ 4 കഥാപാത്രങ്ങൾ ആരെല്ലാമാണ്? നമ്പർ 7. ഓക്കെ, നമ്പർ 7ന്റെ ചാൻസ് ആണ്. മോശ, അഹ്റോൻ, ജെത്രോ, മിരിയാം. ഓക്കെ, കറക്റ്റ്. മോശ, അഹ്റോൻ, മിരിയാം, ജെത്രോ. കറക്റ്റ് ആൻസർ. അടുത്ത വിഷ്വൽ. Led Israel from the Red Sea into the wilderness of Sinai, and they camped before the holy mountain. And when the people saw that Moses delayed to come down out of the mountain, they gathered themselves together. Ask Aaron. ചോദ്യം ശ്രദ്ധിക്കാം. സീനായി മലയുടെ മുൻവശത്ത് ഇസ്രായേൽക്കാർ പാളയമടിച്ചതിന് ശേഷം മോശ എന്താണ് ചെയ്തത്? ജയിനി, സമയത്തിന് മണി അടിക്കുന്നതിന് മുമ്പ് തന്നെ ബസർ ഞെക്കിയതിനാൽ 5 പോയിന്റ് മൈനസ്. സങ്കടമുണ്ട്. പറയാം, സോറി. അടുത്തത് വിഷ്വൽ. I miss her. She understands, Moses. She understands. This has gone on 10 days. You must honor the bond. Benjamin, Know in your heart that just as a parent disciplines a child, so the Lord your God must discipline you. That's all for today, Moses must rest. Tomorrow Moses will hear your cases. He must rest now. His sun's almost gone. Why do you sit alone in judgment all day?
I make known to them the statutes and instructions of God, as you've seen. What I've seen is the people feeding off you, and you allowing it to happen. And you've allowed it to happen. ചോദ്യം, ജത്രോയെ മോശ സ്വീകരിച്ചത് എങ്ങനെ? പുറപ്പാട് 18:7. 3 വീണ്ടും മണിയടിക്കുന്നതിന് മുമ്പ് ഞെക്കി. ആരാണ്? സോറി, -പോയിന്റ് വീണ്ടും 5 വീഴുകയാണ്. ഓക്കെ, നമ്മൾ ഏറ്റവും അവസാനത്തെ ചോദ്യത്തിലേക്ക് വരികയാണ്. ഈ ചോദ്യത്തോടു കൂടി ഈ ക്വിസ് മത്സരം ഇവിടെ പൂർണ്ണമാകുകയാണ്. എല്ലാവരും ആ വിഷ്വൽ ശ്രദ്ധിക്കുക. In verità vi dico, uno di voi mi tradirà. Sono io, forse, Signore? Sono io, Signore. Sono io, Signore. Sono io, Signore. Sono io, Signore. Colui che ha intinto con me la mano nel piatto, quello mi tradirà. Certo, il figlio dell'uomo se ne va, come è stato scritto di lui. Ma guai a quell'uomo per cui il figlio dell'uomo è tradito. Sarebbe stato meglio per lui che non fosse mai nato. Sono forse io, Signore? Tu l'hai detto. ചോദ്യം ശ്രദ്ധിക്കുക. ഒരുവൻ തന്നെ ഒറ്റിക്കൊടുക്കുമെന്ന യേശുവിൻ്റെ വെളിപ്പെടുത്തലാണ് രംഗം. എന്നോട് കൂടെ പാത്രത്തിൽ ആരാണ്? നമ്പർ 2, അത് ലീനയാണല്ലേ. അപ്പോൾ അതുകൊണ്ട് വീണ്ടും -പോയിന്റ് വീഴുകയാണ്. അതോടെ ഈ റൗണ്ട് ഇവിടെ പൂർണ്ണമാകുകയാണ്. ആവേശോജ്വലമായ ഈ ബസ് റൗണ്ടിനൊടുവിൽ നമ്മുടെ മത്സരാർത്ഥികളുടെ സ്കോർ നില നമുക്ക് പരിശോധിക്കാം. മോളി മാത്യു 50 പോയിന്റ്, ലീന മാത്യു 50 പോയിന്റ്, ജെയ്നി ബിജു 35 പോയിന്റ്, മേരി ഷീജ 35 പോയിന്റ്, ഷേർലി താജു 35 പോയിന്റ്, ഡോക്ടർ റീനി ജോയി 70 പോയിന്റ്, സ്വപ്ന 40 പോയിന്റ്, ഡോക്ടർ ജോളി പോൾ 50 പോയിന്റ്, സിസ്റ്റർ ദീപ റോസ് 10 പോയിന്റ്, ഫ്രാൻസി 60 പോയിന്റ്. ഈ ഫൈനൽ റൗണ്ടിന്റെ അവസാനത്തിലേക്ക് വരുമ്പോൾ 1ഉം 2ഉം വ്യക്തമായി കഴിഞ്ഞു ആർക്കാന്നുള്ളത്. 3ാം സ്ഥാനത്തേക്ക് 50 മാർക്കോടുകൂടി 3 പേര് നിൽക്കുക. അതുകൊണ്ട് യഥാർത്ഥത്തിൽ ആരാണ് 3ാം സ്ഥാനം അത് തീരുമാനിക്കാൻ വേണ്ടി ഒരു ക്വസ്റ്റ്യൻ കൂടി ഇടുക. അത് 50-50 റൗണ്ടാണ്. ചോദ്യം, മഹത്വവും ആധിപത്യവും എന്നും എന്നേക്കും അവനുള്ളതാണ്. ആമേൻ. അധ്യായം ഏത്? വാക്യം ഏത്? 1ാമത്തെ ആള് ആരാണ്? മോളി മാത്യു 1ാമത്തെ ആള്. 5-ാം അധ്യായം 11-ാം വാക്യം. 5-ാം അധ്യായം 11-ാമത്തെ വാക്യം. തെറ്റായ ഉത്തരം -5 മാർക്ക് വീണിരിക്കുന്നു. ഇപ്പോൾ 3ാം സ്ഥാനത്തിന് 2 പേരാണുള്ളത്. അവർക്ക് 2 പേരിൽ ആരാണ് യഥാർത്ഥത്തിൽ ഈ 3ാം സ്ഥാനം കൈക്കലാക്കാൻ പോകുന്നത് അറിയാൻ വേണ്ടി ഒരു ചോദ്യം. നിങ്ങൾ എല്ലാവരും ഹൃദയ ഐക്യവും അനുകമ്പയും സഹോദര സ്നേഹവും കരുണയും വിനയവും ഉള്ളവരായിരിക്കുമെൻ. പത്രോസിന്റെ 1ാം ലേഖനത്തിലെ ഉപദേശം ഏതധ്യായത്തിൽ ഏത് വാക്യം? 2ാമത്തെ നമ്പർ. ലീന മാത്യു, യുവർ ചാൻസ്, പറഞ്ഞോളൂ. 3-8. 3-8 കറക്റ്റ് ആൻസർ. 3ാം സ്ഥാനം ലീന മാത്യു. അപ്പോൾ 1ഉം 2ഉം 3 സ്ഥാനങ്ങള് തീരുമാനമായിരിക്കുന്നു. 3 പേർക്കും അഭിനന്ദനങ്ങൾ. ഡി വിഭാഗത്തിന്റെ ഫൈനൽ റൗണ്ടുകൾക്കൊടുവിൽ നമുക്ക് 3 വിജയികളെ ലഭിച്ചിരിക്കുകയാണ്. 1ാം സ്ഥാനത്ത് നിൽക്കുന്നത് ഡോക്ടർ റീനി ജോയ്. 2ാം സ്ഥാനം കരസ്ഥമാക്കിയിരിക്കുന്നത് ഫ്രാൻസി PF. 3ാം സ്ഥാനം നേടിയിരിക്കുന്നത് ലീന മാത്യു. വിജയികൾക്ക് അഭിനന്ദനങ്ങൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.